നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിൽ നാട്യാഞ്ജലി കുടുംബത്തിലെ LSS, USS, SSLC, +2 ഉന്നത വിജയികൾക്കും അരങ്ങേറ്റ നർത്തകികൾക്കും നാടക മത്സരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ സുരേഷിനെയും ആദരിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിൽ നാട്യാഞ്ജലി കുടുംബത്തിൽ നിന്ന് LSS, USS, SSLC, +2 ഉന്നത വിജയികൾക്കും അരങ്ങേറ്റ നർത്തകിമാർക്കും നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഗീതാ സുരേഷിനുമുള്ള ആദരവ് സംഘടിപ്പിച്ചു. പാനൂർ വ്യാപാരി ഭവനിൽ KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുന്നതെങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്. അത് വളരെ ഗംഭീരമായിട്ടില്ല. അപ്പോൾ ഒരുപാട് വേദികളിൽ ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുന്നത് ഞാനിത് പറയുന്നത് ഒരുപാട് ആളുകളിൽ ഒരുപാട് കഴിവുകൾ വൃത്തികളൊക്കെയാണ്. ആ കഴിവിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നാട്യാഞ്ജലി പോലുള്ള നൃത്ത സങ്കേതങ്ങൾ നമുക്കുള്ളത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മോളിൽ ഉപയോഗപ്പെടുത്തി അതുപോലെ ഇതിൽ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾ നാട്യരംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പലതിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്താൻ സാധിക്കും. നമ്മളിപ്പോഴും പല സ്വഭാവത്തെക്കുറിച്ചും കുട്ടികളുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പല സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട് യഥാർത്ഥ രീതിയിലാണ് പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ ചെറിയ കുട്ടികളെയാണ് ഇപ്പോഴത്തെ കരിയറായിട്ടുള്ളത്. ചടങ്ങിൽ ഉമാനാഥ് പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഭരതനായി കഴിഞ്ഞാലും മോഹിനിയായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് നൃത്ത വിഭാഗമായി കഴിഞ്ഞാലും അതുപോലെ നാടകമായി കഴിഞ്ഞാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ഒരുപാട് സാങ്കേതികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഒരു നൃത്തക്കാരി എന്ന് പറയുന്നത് നൃത്തക്കാരൻ അങ്ങനെ പറയേണ്ടത്. ഞാൻ ഒരു 5 വർഷം നൃത്തം പഠിച്ചതാണ്, പഠിക്കുന്ന കാലം. അവസാനം ഞാൻ മാത്രമാണ്, ബാക്കി എൻ്റെ പെണ്ണുകൾ ഒക്കെ. പ്രജിത അമൃതരാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ഗീതാ സുരേഷിന്റെ മറുമൊഴിയും ഉണ്ടായിരുന്നു. ചടങ്ങിന് സുരേഷ് ചെണ്ടയാട് സ്വാഗതവും രഹിന നന്ദിയും പറഞ്ഞു. ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വേടനെ ഇന്ന് എല്ലാവർക്കും പേടിയാണ്. കാരണം വേടൻ കലാകാരനാണ്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ഉച്ചത്തിൽ പറയുകയും സംസാരിക്കുകയും അതിനെതിരെ നെറികേടുകൾക്കെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്ന ഒരാളാണ് കലാകാരൻ. സമഗ്ര ന്യൂസ്, പാനൂർ.